ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ റീബർട്ട് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. സോ നമ്മൾക്ക് നോക്കാം, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നുണ്ടോ, എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്നെല്ലാം തന്നെ നമ്മൾക്ക് നോക്കാം. ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ, ഇൻസ്റ്റ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾക്കിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ വഴക്കോ വാക്ക് തർക്കങ്ങളോ അതൊന്നും വേണ്ട. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം. ഇവിടെ 9 ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്, 10 ഓഫ് സോഡ്സ്, 4 ഓഫ് സോഡ്സ്, അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 4 ഓഫ് പെൻറ്റിക്കിൾ, 3 ഓഫ് സോഡ്സ്, 5 ഓഫ് പെൻറ്റിക്കിൾ, ഹാങ്ഡ് മാൻ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ വ്യക്തി വളരെയധികം സന്തോഷത്തിലായിരിക്കും, സമാധാനപരമായി ജീവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തി ഏറ്റവും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുടെ ലൈഫിൽ സ്റ്റക്കാണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, മേ ബി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കാം കാണുന്നത്. പക്ഷേ ആൾ ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ഒരു ഡിലേ അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് തന്നെ 9 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷനോ ബ്രേക്കപ്പോ വന്നിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് പൈലിനെ സംബന്ധിച്ച് മെജോറിറ്റി ആൾക്കാരുടെ കാര്യമാണ് നമ്മൾക്ക് ജനറൽ റീഡിങ്ങിൽ കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞ് പേഴ്സണൽ റീഡിങ് എടുക്കാം. ഇവിടെ ഒരു ബ്രേക്കപ്പ്, സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി മേ ബി പറഞ്ഞ് നിർത്തിയ കണക്ഷൻ ആയിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങൾ കറൻ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്. അധികം കോണ്ടാക്റ്റ് ഒന്നും ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തി ഈ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് കുറച്ച് നാളായിട്ടേ ഉള്ളൊരു വെയിറ്റിംഗ് ആണ് ഇവിടെ എനിക്ക് കാർഡ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഈ ഒരു പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി. അതും ഒരു ബുദ്ധിമുട്ടിൽ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾക്ക് തൊട്ട് താഴെ 10 ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയൊക്കെയോ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെയ്ത് ഓരോ ദിവസം അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കൊട്ടും ഒരു സന്തോഷമോ സമാധാനമോ ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. 10 ഓഫ് സോഡ്സ് ആണ്. ഇതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടും കുറേ നാളായി. പക്ഷേ പ്രത്യേകിച്ചും ആളുടെ ജീവിതത്തിൽ നിങ്ങളില്ലാതെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതെ മിണ്ടാതെ ആൾക്ക് സ്റ്റക്കായൊരു ഫീലാണ്. ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്ന് ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും ഒരേപോലെ. പക്ഷേ അതിന് പോലും സാധിക്കാതെ സ്റ്റക്കായി നിൽക്കുന്നൊരു സിറ്റുവേഷൻ. മേ ബി ആ ഒരു പേഴ്സണായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇടുകയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു കർമ്മഫലം നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു കർമ്മയായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നു. നിങ്ങൾ നോ കോണ്ടാക്ട് റൂൾ കൂടി അപ്ലൈ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സ്ട്രോങ്ലി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി അത്രത്തോളം സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ടോപ്പിൽ രണ്ടാമതായിട്ട് കിട്ടിയേക്കുന്ന കാർഡാണ് 4 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത്. തൊട്ട് താഴെ നമ്മൾക്ക് 9 ഓഫ് പെൻറ്റിക്കിളും കിട്ടിയിട്ടുണ്ട്. അതായത് ആൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ
പറ്റാത്തൊരു സിറ്റുവേഷൻ, ഒരു ലൂപ്പിൽപ്പെട്ട ഒരു വിക്റ്റിം ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. ഇപ്പോൾ ഫാമിലിയാണ് തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല, എന്ത് ചൂസ് ചെയ്യണം, ഫാമിലി കൂടെ നിൽക്കണോ, നിങ്ങളുടെ കൂടെ നിൽക്കണോ, എന്തൊക്കെയോ എനർജീസ് പിടിച്ചു വലിക്കുന്നു, നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു, ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉള്ളതായിട്ട് ആൾക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, റെസ്റ്റ് എടുക്കേണ്ടി വരുന്നൊരവസ്ഥ, ആൾക്ക് ജോലിക്ക് പോകാനോ അതിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കാര്യങ്ങളും. 9 ഓഫ് പെൻറ്റിക്കിളും 4 ഓഫ് പെൻറ്റിക്കിളും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തുള്ളൊരു ഫീലിങ്സ് ഭയങ്കരമായിട്ട് വരുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു, മെസ്സേജ് അയക്കണം, കോൾ ചെയ്യണം എന്നുണ്ട്. അതെല്ലാം പക്ഷേ ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ച് 4 ഓഫ് പെൻറ്റിക്കിൾ കാർഡ് കണ്ടില്ലേ, അതേപോലെ തന്നെ എല്ലാം പുറത്ത് പ്രകടിപ്പിക്കണം എന്നുണ്ട്, എല്ലാം ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മിണ്ടാൻ പറ്റാതെ, സംസാരിക്കാൻ പറ്റാതെ, ആൾ തന്നെ വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ മെസ്സേജ് അയക്കാൻ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിലും അത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്നു. നിങ്ങൾ എന്ത് പറയുമെന്ന് ആലോചിച്ച് ടെൻഷനാകുന്നു. അപ്പോൾ നിങ്ങൾ കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംതിങ് സ്പെഷ്യലാണ്. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ കാട്ടി വേറെ നല്ല ആൾക്കാരെ കിട്ടുമെന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കുറേയും കൂടി ബെറ്ററായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈഫിലൊരു വിക്ടറി ഉണ്ട്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ആയിട്ടും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു മാറ്റം വരും. ഓക്കെ, നല്ലൊരു മാറ്റം വരും. ഇവിടെ ഓരോ കാർഡ്സിലും ആ ഒരു പേഴ്സണ് ചെറിയ ഈഗോ ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നു. നിങ്ങൾ എത്രത്തോളം ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിനനുസരിച്ച് ഈ പേഴ്സൺ തിരിച്ചു വരാനുള്ളൊരു ചാൻസ്, ഒരു റീയൂണിയൻ, റീകൺസിലേഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ കൂടുതലാണ്. അടുത്ത 3 ആഴ്ചയിലും ഈ ഒരു പേഴ്സൺ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു റെസ്റ്റ് എടുക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ, ആൾ ഭയങ്കരമായിട്ട് ഒരു സ്ട്രെസ്സിലാണ്. എനിക്ക് തോന്നുന്നു അടുത്ത സമയത്തായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് റീഡിങ് അല്ലെങ്കിൽ കറൻറ്റ് ഫീലിങ്സിൽ ഒന്നും കാണാത്തത്രയും ഒരു ആൻസൈറ്റി, സ്ട്രെസ്സിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ്, മേ ബി ഡേ ബൈ ഡേ ഈ പേഴ്സണ് നിങ്ങളില്ലാതെ പറ്റാത്തൊരു സിറ്റുവേഷനോ ഡേ ബൈ ഡേ യൂണിവേഴ്സായിട്ട് ഈ വ്യക്തിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയോ കാരണമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. മേ ബി ഫസ്റ്റ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് പറഞ്ഞു പോയ സമയത്ത് ഈ വ്യക്തിക്ക് ഇത്രയൊന്നും മനസ്സിലാക്കണം അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കണം എന്നില്ല. അപ്പോഴെല്ലാം ഈ വ്യക്തി ഹാപ്പി ആയിട്ട് നടന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ പക്ഷേ ആ പേഴ്സൻ്റെ ലൈഫിൽ ഒറ്റപ്പെടലാണ്. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഇവരാരും ഇപ്പോൾ ഇല്ല. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആൾ ഒറ്റപ്പെട്ടു പോയി. ഇപ്പോഴാണ് ആൾ തിരിച്ച് ചിന്തിക്കുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങളെ ഇട്ടിട്ട് പോയത്, ബാക്കി കൂടെ കാണുമെന്ന് വിചാരിച്ചിട്ടുള്ള കുറേ പേരൊന്നും ആളുടെ ലൈഫിൽ ഇപ്പോൾ ഇല്ല. എല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോഴാണ് ആൾക്ക് നിങ്ങളെന്തായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, സോ അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. കുറേയും കൂടി കാര്യങ്ങൾ ആൾ മനസ്സിലാക്കട്ടെ. എന്നാലേ ഇനിയും വന്നാലും ഒരു സ്ട്രോങ് റീകൺസിലേഷൻ, റീയൂണിയൻ, ഇനിയും തിരിച്ചു പോകാത്ത രീതിയിൽ. നിങ്ങൾക്കൊരു ഇൻ ആൻഡ് ഔട്ട് എനർജി ആണോ ആവശ്യം? അല്ലല്ലോ. വന്നു പോയി എന്നൊരു സിറ്റുവേഷൻ ആർക്കെങ്കിലും റിലേഷൻഷിപ്പിൽ താല്പര്യമുണ്ടോ? ഇല്ല അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോ കോണ്ടാക്ട് റൂൾ അപ്ലൈ ചെയ്യും. പേഴ്സൺ ഇപ്പോൾ ഡേ ബൈ ഡേ ഓരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വരുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, ഒറ്റപ്പെടലിൻ്റെ ഒരു പീക്ക് ലെവൽ എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. സോ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ. എന്നാൽ മാത്രമായിരിക്കും വന്നാലും നിങ്ങളെ കളഞ്ഞിട്ട് പോകാതെ പെർമനൻ്റ് ആയിട്ട് ലൈഫ് ലോങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ആക്ഷൻ എടുക്കാൻ ഈ പേഴ്സൺ തയ്യാറാവുകയുള്ളൂ. ഓക്കെ, ആൻഡ് നമ്മൾക്ക് 5 ഓഫ് പെൻറ്റിക്കിളും അതേപോലെ തന്നെ ഹാങ്ഡ് മാനും കിട്ടിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് കാഴ്ചയിൽ, പക്ഷേ ഞാൻ ഒരുപാട് ലെങ്ത് ആയിട്ട് ഇനിയും പറയുന്നില്ല. 5 ഓഫ് പെൻറ്റിക്കിളും ഹാങ്ഡ് മാനും കിട്ടിയിട്ടുണ്ട്. ക്യാഷ് വൈസ് ഈ പേഴ്സൺ ഒരു സ്റ്റേബിൾ ആകണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് വിചാരിച്ച് ജോലി നഷ്ടവും ക്യാഷിൽ ഒരുപാട് നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. അതിലും ആൾ പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനോ, ജോലി പോയിട്ടുള്ളൊരവസ്ഥയോ, പുതിയൊരു ജോലിക്ക് നോക്കിയിട്ട് കിട്ടാത്തൊരു സിറ്റുവേഷനോ, ജോലിയിൽ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇപ്പോൾ ജോലിയുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ റിസൈൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടോ ഭയങ്കര ലേസി ആയിട്ട് ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു. ആൻഡ് ദ ഹാങ്ഡ് മാൻ, ബോട്ടം ഓഫ് ദ ഡെക്ക്, 3 ഓഫ് കപ്സ് ആണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ കാർഡ്സും ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു, തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിക്കുന്നു, ഒരു മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ എന്നതിനെ പറ്റി ചിന്തിക്കുന്നു. എല്ലാം ദൂരെ നിന്നും നോക്കിക്കാണുന്നൊരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിനനുസരിച്ച് ഈ വ്യക്തിക്ക് ഒരു മാറ്റം വരും. ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് കപ്സ് ആണ്. മാക്സിമം ഒരു 3 വീക്സ് 3 മന്ത്സ് മേ ബി സ്ട്രോങ് ഓറ പവറൊക്കെ ഉള്ളവരാണെങ്കിൽ 3 ഡേയ്സിലൊക്കെ നിങ്ങൾക്കൊരു മെസ്സേജ് കോളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മാക്സിമം 3 മന്ത്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു
റീഡിങ്ങിലും 3 months നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. റിലേഷൻഷിപ്പിൽ ഞാൻ ഈയിടെ ഒരു റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതും ഇവിടെ കിട്ടിയിട്ടുണ്ട്. മേ ബി ആ ഒരു റീഡിങ് കണ്ടവരെല്ലാം തന്നെ ഇതും കാണുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കൊരു സന്തോഷം, റീയൂണിയൻ, റീകൺസിലേഷൻ നടക്കാനുള്ള ഒരു ചാൻസ് ഇവിടെ ഹൈ ആണ്. ആ ഒരു 3 weeks 3 months സമയത്ത് നിങ്ങൾക്ക് സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യാം കേട്ടോ. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഭയങ്കര ഒരു അങ്ങനൊരു തിരിച്ചറിവ് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ തന്നതിൻ്റെ കർമ്മയോ കാര്യങ്ങളോ ആൾ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുള്ള ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ജോലിസ്ഥലത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണോ ഒന്നും തന്നെ ഇപ്പോൾ ആളുടെ കൂടെ ഇല്ല. അവരെല്ലാം ഇട്ടിട്ട് പോയൊരു സിറ്റുവേഷൻ, ആൾ ഒറ്റപ്പെട്ടു. അതാണ് ഇവിടുത്തെ ഒരു തിരിച്ചറിവിൻ്റെ റീസൺ. ഓക്കെ, അത് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ആൾ കുറേയും കൂടി മനസ്സിലാക്കി തിരിച്ചു വരട്ടെ. ഹെൽത്ത് കുറേയും കൂടി ആളുടെ ബെറ്റർ ആക്കാനായിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. സോ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 6 of Swords കിട്ടിയിട്ടുണ്ട്, ടവർ കാർഡ് വന്നിട്ടുണ്ട്, 7 of Cups, അതേപോലെ തന്നെ Queen of Pentacles, ഹെറോഫൻ വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡ്, അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ്, ഹാങ്ഡ് മാൻ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഈ ഒരു സെക്കൻഡ് പൈലിനെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും ഒരേപോലെ ഹീലാകാൻ ശ്രമിക്കുന്നു. ഒരു സമയത്ത് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ള 2 വ്യക്തികൾ എന്തൊക്കെയോ കാരണത്താൽ ഇവിടെ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. സെപ്പറേഷൻ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വന്നിട്ടുള്ളതാകാം. അങ്ങനെ ഒരു സെപ്പറേഷനും നോ കോണ്ടാക്റ്റും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ 2 പേർക്കും ഒരുപാട് ദുഃഖം, വിഷമം, ഒരു സ്ട്രെസ്, ആൻസൈറ്റി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ മറക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയിൽ സ്റ്റക്കാണ്. ഈ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആളുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനോ അങ്ങനെ അതെല്ലാം ഒരു ഓപ്ഷനാണല്ലേ. സോ ഒരാളുടെ ലൈഫിൽ ആൾക്ക് തന്നെ തീരുമാനിക്കാം എന്താണ് മുന്നോട്ടേക്ക് ചെയ്യണം എന്നുള്ളത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ആൾ നിങ്ങളിൽ സ്റ്റക്കാണ് എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും പല മിസ്റ്റേക്സും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ, ഇതെല്ലാം നിങ്ങൾ ഫോർഗീവ് ചെയ്യോ എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് മേ ബി ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കതെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഒരു സമയത്ത് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പം ഈ പേഴ്സണ് ഒരു ചാൻസും കൂടി കിട്ടിയാൽ കൊള്ളാം എന്നൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഒന്നും കൂടി സംസാരിച്ച് നോക്കിയാലോ, ഒന്ന് നേരിട്ട് പോയി കണ്ടാലോ എന്നൊക്കെയുള്ളൊരു തോന്നലും, നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ അടുത്ത സമയത്തായിട്ട് വരുന്നതായിട്ടും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങളായിരുന്നു എന്തുകൊണ്ടോ ദ ബെസ്റ്റ് എന്ന് ഈ പേഴ്സൺ ഇപ്പോഴൊരു തിരിച്ചറിവ് വരുന്നതായിട്ടും നിങ്ങളെയും കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം. മേ ബി ഫാമിലിയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിങ്ങൾ 2 പേരും ഒരുമിച്ച് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾ മാത്രമുള്ളൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം എന്നുള്ളൊരു, വേറെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മാത്രമായിട്ട് കുറച്ച് സമയം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നലും, അത് നേരത്തെ ചെയ്യാമായിരുന്നു, കുറച്ചും കൂടി ബെറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യായിരുന്നു എന്നൊരു തോന്നലും ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നേരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, ഇപ്പോൾ ലേറ്റായി പോയി എന്നൊരു തോന്നലാണ് ഇവിടെ ഓരോ കാർഡ്സിലും ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. സമയം എന്തുകൊണ്ടോ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ ശരിയാകുമോ, കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങളെടുത്ത് സംസാരിക്കാമായിരുന്നു. നിങ്ങൾ കുറേ പറഞ്ഞ് ബെഗ് ചെയ്ത് പുറകെ പോയ സമയത്ത് നിങ്ങളെ ഒന്ന് ലിസൺ ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് കുറച്ചും കൂടി പഴയതുപോലൊരു പ്രയോറിറ്റി തരാമായിരുന്നു. എല്ലാം ഈ പേഴ്സൻ്റെ മിസ്റ്റേക്കാണെന്ന് ആ വ്യക്തി തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് എനിക്കിവിടെ ഈ ഒരു സെക്കൻഡ് പൈലിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. സോ ഭയങ്കര ഒരു മാറ്റം മനസ്സിൽ വരുന്നുണ്ട്. അതേസമയം നിങ്ങൾ ഇനിയും തിരിച്ചു വന്നാൽ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊരു തോന്നലുമുണ്ട്. എല്ലാം ഓപ്പണായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫീലിങ്സ് എല്ലാം
ഓപ്പണായിട്ട് പറയണമെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതായിട്ട് ആ ഒരു പേഴ്സൻ്റെ ഫീൽ വരുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയ വഴിയോ ഫ്രണ്ട്സായിട്ടൊക്കെ തന്നെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ആയി, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നൊരു തോന്നൽ ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ എന്തുകൊണ്ടോ അതെല്ലാം ഈ പേഴ്സൺ നോട്ടീസ് ചെയ്യുന്നുണ്ട്. തിരിച്ച് ഒരു കോൾ മെസ്സേജൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക. ആ ഒരു വ്യക്തിയും ഇപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന, അറിഞ്ഞോ അറിയാതെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലിയിലോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഒരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ, നല്ലൊരു ജോലിക്കോ ഒരുപാട് അവസരങ്ങൾ ക്യാഷ് വേസ് കാര്യത്തിൽ വന്നു ചേരുന്നതായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നതായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു കരിയർ വൈസ് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ടും അത് ഈ പേഴ്സൺ നോട്ടീസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരുപാട് ഫോട്ടോസ് ഈ പേഴ്സൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം നോക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾക്ക് സ്റ്റാർ കാർഡിലും അതേപോലെ തന്നെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾ കാർഡ്സിലും കാണാൻ സാധിക്കുന്നു. വിത്ത് ഹാങ്ഡ് മാനും പേജ് ഓഫ് കപ്സുമാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ ഫോട്ടോസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തുള്ളൊരു ഇഷ്ടം, അല്ലെങ്കിൽ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളും തെറ്റുകളും എല്ലാം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു, തിരിച്ചറിവുണ്ടാകുന്നു. സോ എല്ലാം ദൂരെ നിന്നും നോക്കിക്കാണുന്ന ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് പൈൽ പോലെ തന്നെ ഇവിടെയും ഹാങ്ഡ് മാൻ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ചാൻസും കൂടി കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഫോഴ്സ് ചെയ്യല്ല. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ട്രോമ, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ഒരുപാട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്ത് പുറകെ നടന്നിട്ടുണ്ട്. ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ്. സോ സെക്കൻഡ് ചാൻസ് കൊടുക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ആളുടെ മനസ്സിൽ ഇപ്പോൾ ഇതെല്ലാമാണ്. ഒരു ചാൻസും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ആൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഒരു കോൾ മെസ്സേജൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. എനിക്കിവിടെ അതേ പറയാനുള്ളൂ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ചെന്നുപെടുന്നതെല്ലാം എന്താ പറയുക, ഓരോ പ്രശ്നത്തിലോട്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു. വേറെ അവസരങ്ങൾ തേടി, വേറെ ഓപ്ഷൻസ് തേടി, വേറെ ആൾക്കാരെ തേടിയൊക്കെ പോയിട്ടുള്ളവരെല്ലാം ഇപ്പോൾ അവിടെ നിന്നെല്ലാം ഒരു തിരിച്ചടി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഈ പേഴ്സണ് നേരെ തിരിഞ്ഞതായിട്ടും അവർ തമ്മിലൊരു സെപ്പറേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവർ തമ്മിൽ അത്രയ്ക്കൊരു ചർച്ച ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അവിടെ പല ഇഷ്യൂസും വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നു. നിങ്ങളുമായിട്ടായിരുന്നു ഒരു സ്മൂത്ത് ഗോയിങ്, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു ലൈഫ് തന്നെയായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ളത്. ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം ഏറ്റു പറയാൻ ആൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ, സെക്കൻഡ് ചാൻസ് തരുമോ, നിങ്ങൾ കേൾക്കാൻ തയ്യാറാകുമോ എന്നുള്ള ഒരു തോന്നൽ ഈ പേഴ്സണ് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ റീകൺസിലേഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ചൊരു ട്രാവൽ കാര്യങ്ങളൊക്കെ പോസിബിളാണ്. വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ, ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഫാമിലി ആയിട്ട് മാറി താമസിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനും കാര്യങ്ങളും, ഈ വ്യക്തിയുമായിട്ടൊരു മാരേജാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സെയിം ടൈം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ എടുത്തു പറയുന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ പേഴ്സൺ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തി, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനും, അതായത് നിങ്ങൾക്ക് ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ അപ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കാനുള്ളൊരു ചാൻസൊക്കെ ഇവിടെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ലൈഫ് സ്മൂത്ത് ആയിരിക്കും. ഈ പേഴ്സൺ ഇനിയും വന്നു കഴിഞ്ഞാൽ എല്ലാ തിരിച്ചറിവോടുകൂടിയാണ് വരുന്നത് അല്ലേ. സോ അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ കൂടെ ഉള്ളപ്പോഴായിരുന്നു ഈ പേഴ്സൺ സമാധാനം എന്തെന്ന് ലാസ്റ്റായിട്ട് അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാക്കിയെല്ലാം ഒരു ടെമ്പററി ആയിട്ട് ആളുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള സിറ്റുവേഷൻസ്, വന്നു പോയിട്ടുള്ള ആൾക്കാരോ ആയിരുന്നു. ഓക്കെ, വന്നു പോയിട്ടുള്ള ആൾക്കാരോ മാത്രമായിരുന്നു എന്നൊരു തിരിച്ചറിവാണ് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് പൈലിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുക. എഴുതിയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നതും നല്ലതാണ്. അമ്പലത്തിലോ പള്ളിയിലോ എല്ലാം നിങ്ങൾക്ക് പോകാം. അതേപോലെ തന്നെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പേഴ്സണെ പറ്റിയിട്ട് ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷൻ നിങ്ങൾ നിർത്തുക. അതായത് ഈ പേഴ്സൻ്റെ ലാസ്റ്റ് സീനോ, അല്ലെങ്കിൽ ഈ പേഴ്സണെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയോ, അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കാൻ ശ്രമിക്കുകയോ, അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കുന്നത് നിർത്തുന്നത് മാത്രമല്ല നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. ഈ പേഴ്സൻ്റെ ലാസ്റ്റ് സീൻ നോക്കുന്നത്, അല്ലെങ്കിൽ സ്പൈ ചെയ്യുന്ന സിറ്റുവേഷൻസ്
ഇതെല്ലാം നമ്മൾ നോ കോണ്ടാക്ട് റൂളിന് എതിരായിട്ട് വരും കേട്ടോ. സോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് ഒരു പ്രോപ്പർ നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. സോ നിങ്ങളെ മിസ് ചെയ്യുന്നു, ഫോട്ടോസൊക്കെ നോക്കുന്നു, നിങ്ങളുമായിട്ടാണ് ഈ പേഴ്സൺ ലൈഫ് ലോങ് ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നാളത്തേക്കല്ല അല്ലേ, ലൈഫ് ലോങ് നമ്മളുടെ കൂടെ എന്ത് ഇഷ്യൂസ് വന്നാലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു പേഴ്സൺ ആയിരിക്കണം. സോ അത് നിങ്ങളിലായിരുന്നു ഈ പേഴ്സൺ കണ്ടിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം വന്നു പോയിട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് പേര് വന്നും പോയി നിൽക്കും അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു എന്നൊരു തിരിച്ചറിവാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഈ ഒരു തിരിച്ചറിവ് വന്നത് തന്നെ വലിയ കാര്യം. അത് കർമ്മ ബേസ് ചെയ്തിട്ടായിരിക്കാം. സോ ഇനിയൊരു സെക്കൻഡ് ചാൻസ് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. രണ്ടുപേരും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതില്ല ഞാൻ പറയുന്നില്ല. കാര്യം രണ്ടുപേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ മൂവ് ഓൺ ചെയ്യണം എന്നാണ് നിങ്ങളുടെ തീരുമാനം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പോസിബിൾ ആക്കി എടുക്കാം. ലൈഫിൽ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, സോ അതും ഞാൻ എടുത്തു പറയുന്നു. കാര്യം പലർക്കും കുറച്ച് പേർക്കൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയൊക്കെ വന്നാലും അതൊന്നും മറക്കാൻ സാധിക്കുകയോ ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുകയോ ചെയ്യാനുള്ളൊരു ചാൻസ് ഇവിടെ കുറവാണ്. സോ നിങ്ങൾക്കൊരു ഹീലിംഗ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. ഞാൻ ഫോഴ്സ് ചെയ്യല്ല, നിങ്ങൾക്ക് ചാൻസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, മൂവ് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട് മൂവ് ഓൺ ചെയ്യാൻ, പക്ഷേ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. എവിടെയൊക്കെയോ ഈ പേഴ്സൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് ഫയലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സൺ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഡീറ്റെയിൽസ് എല്ലാം അപ്പോൾ ഞാൻ സെൻഡ് ചെയ്ത് തരാം. സോ ടേക്ക് കെയർ, ബൈ.